ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചതിന് ശേഷം ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. സുഖമായിട്ട് ഒരാൾ ഉറങ്ങായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. സവാള ഒന്ന് പൊടിയായി അരിഞ്ഞതും, അതേപോലെ തന്നെ 1 ടീസ്പൂൺ നിലക്കടല, പച്ച നിലക്കടലയും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചീകിയതും കുറച്ച് ക്യാബേജും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സേമിയാണ് കേട്ടോ, വറുത്ത് വെച്ചതാണ്. വറുത്ത സേമിയയും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/2 കപ്പ് ചുടുവെള്ളം ഉണ്ട് ചേർക്കുന്നത്. 1/2 കപ്പ് ചുടുവെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ആ ആവിയിൽ തന്നെ ഒന്ന് വെന്ത് വരട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സേമിയ പുലാവ് എന്ന് പറയാം. നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ സൈറ്റിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ബസ്സിലാണ് കേട്ടോ പോണത്. നല്ല വ്യൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പാലക്കാട്. അങ്ങനെ നമ്മുടെ സൈറ്റിലെത്തി. കൊടും ചൂടാട്ടോ, ഭയങ്കര ഹ്യൂമിഡിറ്റിയും ചൂടുമാണ്. ഉള്ളിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ, ടൈൽസ് വർക്ക് നടക്കുന്നുണ്ട്, മുറ്റത്തിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. നമ്മൾ ഹാളിലും ആ പാസേജിലും ഗ്രാനൈറ്റ് ആട്ടോ ഇട്ടിരിക്കുന്ന, സിറ്റ് ഔട്ടിലും. അതിൻ്റെ ആ എഡ്ജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്പൺ കിച്ചണാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഓപ്പൺ കിച്ചണാണത്. അങ്ങനെ നമ്മളുടെ വർക്ക് ഏരിയയിൽ ഫെറോ സിമെൻ്റ് ആട്ടോ വെച്ചിരിക്കുന്നത്. സ്റ്റോറേജുകളെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റോർ റൂമിലും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡോർ വയ്ക്കാമല്ലോ. വുഡിൻ്റെ ആണെങ്കിലും ഏതാ ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അതുപോലെ നമുക്ക് വയ്ക്കാം. മറ്റുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ചിലവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാനിത് വെച്ചത്. അതേപോലെ തന്നെ നമ്മൾ ഷെഡിൻ്റെ ഉള്ളിലും വെച്ചിട്ടുണ്ട് കേട്ടോ, ഫെറോ സിമെൻ്റ് തന്നെ വെച്ചിരിക്കുന്നത്. വിറകടുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സൈഡിൽ ചെറുതായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കിണർ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. രണ്ടും അടുത്ത ഷെഡും നമ്മുടെ വീടുമായിട്ട് അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കിണർ. അതിലും ഇനി വർക്കുകൾ ചെയ്യാനുണ്ട് കുറച്ചും കൂടെ. ബാക്ക് സൈഡിലും ടൈൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് 2 സൈഡിലും. നടുക്ക് ഗ്രാസ് വയ്ക്കുന്ന തരത്തിലാണ് കേട്ടോ വരിക. ഇങ്ങനെ പോകുന്നത് കാർ പാർക്കിങ്ങിൻ്റെ സൈഡിലേക്കാണ്.
സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആട്ടോ വെച്ചിരിക്കുന്നത്. അവർ വെച്ചുകൊണ്ടിരിക്കുകയാണത്. ചെടികളായിട്ടും അതുപോലെ തന്നെ നമുക്ക് മാവ് പ്ലാവ് ഒക്കെ വെക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം നല്ല ചൂടാണ്. ഒരു മഴ പെയ്തതിന് ശേഷം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ വരുന്ന വീഡിയോസിൽ വീടിൻ്റെ ഓരോരോ സ്റ്റേജസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്താണേലും പറയാൻ മറക്കരുത് കേട്ടോ അഭിപ്രായം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.